ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടുക്ക പൊരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കടുക്ക പുഴുങ്ങി വെച്ചതാണ് ഇത് നമുക്ക് നന്നാക്കി കൊണ്ടുവരാം. അപ്പോൾ കടുക്കൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കറുപ്പ് ബാക്കിലുള്ളത് ഒരു നാര്, പിന്നെ അതിൻ്റെ ഉള്ളിലൊരു പുല്ല് പോലെ, അതൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉള്ളി എടുക്കുന്നുണ്ട് നമ്മൾ, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ആദ്യം കടുക്കയിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ബാക്കി ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഉള്ളി നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ആദ്യം കടുക്ക പൊരിച്ചെടുത്ത് ആ എണ്ണയിൽ തന്നെ ഉള്ളിയും ചേർത്ത് മൊരിയിച്ചെടുക്കാം. ഈ കടുക്കയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം, കാരണം കടുക്കയിൽ ഉപ്പുണ്ടാവും. അപ്പോൾ സ്വല്പം ഉപ്പ് മാത്രമേ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി അതേപോലെ തന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കടുക്ക ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളി നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. ഉപ്പ് കുറച്ച് ചേർക്കാനേ പാടുള്ളൂ, കാരണം കടുക്കയിൽ ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അധികമാവും. കടുക്കയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് അധികമാവും. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചത്. നമുക്കിതിലേക്ക് കടുക്ക ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ആദ്യം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് എണ്ണയിൽ കിട്ടുമല്ലോ. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അപ്പം സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കടുക്ക ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ കടുക്ക പൊരിച്ചതൊക്കെ. ഇത് നമുക്ക് ഇവിടെ നിന്ന് അനിയത്തീൻ്റെ മോൻ കൊണ്ട് തന്നത്, അവൻ്റെ ഫ്രണ്ട്സ് കൊടുത്തിട്ട് നല്ല കടുക്കയാണ്, എലത്തൂരിൽ നിന്ന് കിട്ടിയ കടുക്ക. അപ്പോൾ കടുക്ക മുഴുവൻ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ, ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിയും കൂടി ഇട്ടിട്ട് മുരിച്ചെടുക്കാം. ഈ ഉള്ളിയും കൂടി ഇതിൻ്റെ കൂടെ മുരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. നമ്മൾ സാധാരണ കടുക്കയൊക്കെ പൊരിച്ച് കഴിക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം ആയി വരുന്നുണ്ട്. ഇത് നമുക്ക് കടുക്കേൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കാണാനും ബെൽ ബട്ടൺ അമർത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.